കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ എന്നും പ്രാരംഭത്തിലൊരു പാട്ട് പാടുന്നത് പോലെ ഇന്നും നമുക്ക് ദൈവത്തെ ഒന്ന് പാടി മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം, ജനിച്ചപ്പം മുതൽ അതെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നിടം വരെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉള്ള സകല കഷ്ടങ്ങളും, അല്ലെങ്കിൽ കർത്താവിൻ്റെ ജനിച്ചപ്പോഴുള്ള ആ സാഹചര്യങ്ങളും, അല്ലെങ്കിൽ കർത്താവിന് ഭൂമിയിലായിരുന്നപ്പോൾ അനുഭവിച്ച കഷ്ടതയും, ഓരോ ജനനത്തിൽ തന്നെ എങ്ങനെയാണ് ജനിച്ചതെന്നെല്ലാം നിങ്ങൾക്കറിയാം. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് ഞാനിന്ന് പാടുന്നത്. അത് പാടിയിട്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറഞ്ഞ് നിങ്ങളോട് തന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലല്ലോ രൂപം വേറെ അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു. എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കവർന്നല്ലോ. സാധുക്കൾക്ക് സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. ദുഷ്ടന്മാരെ രക്ഷിപ്പാനും ദോഷം കൂടാതാക്കിടാനും രക്ഷിതാവായി രക്ഷിതിയിൽ കാണപ്പെട്ട ദൈവം നീയേ. ക്രൂശിന്മേൽ നീ കൈകാലുകളിൽ ആണിയേറ്റു കരയും നേരം നരകത്തിൻ്റെ തിരമാലയിൽ നിന്നെല്ലാരെയും രക്ഷിച്ചു നീ. മൂന്നാം നാളിൽ കല്ലറയിൽ നിന്നുത്ഥാനം ചെയ്തതിനാൽ മരണത്തിൻ്റെ പരിതാപങ്ങൾ എന്നേക്കും നീങ്ങിപ്പോയി. തേജസ്സിൻ്റെ
കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിച്ച് കാണും. ആ പാട്ടിൻ്റെ അർത്ഥം ഒക്കെ എന്തൊരു നന്നായിയാണ് നമ്മുടെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കർത്താവിൻ്റെ ജനനവും അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ കാൽവറി ക്രൂശിലും പോകുന്ന ആ രംഗം നമ്മുടെ മനസ്സിനകത്ത് വരും. ഹല്ലേലൂയ! യഥാർത്ഥമായിട്ടും ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി പാടുമ്പോൾ തന്നെ അത് ഹൃദയത്തിനകത്തുനിന്ന് നിറഞ്ഞ് അത് പാടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിൻ്റെ കൂടെ നടക്കുന്നത് പോലെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ശരിക്കും അത് നമ്മൾ അങ്ങ് ശരിക്കും ജീവനോടെ നമ്മുടെ മുന്നിലുണ്ടെന്ന് അങ്ങ് തോന്നുവാണ്. ഹല്ലേലൂയ സ്തോത്രം. അതെ, കർത്താവിൻ്റെ രൂപം എല്ലായ്പ്പോഴും സന്തോഷമാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെ ഒരു രൂപം അതെ ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. അതെ, കർത്താവ് ഇവിടെ ഉള്ളപ്പോൾ അരക്കാശിന് വകയില്ലായിരുന്നു കർത്താവിൻ്റെ കയ്യിൽ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ തന്നെ തല ചായ്ക്കാൻ ഒരിടമുണ്ടോ? അതില്ലായിരുന്നു. ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പം അരക്കാശിൻ്റെ മുതലില്ല. ഞാൻ ആ പാട്ടിൻ്റെ ഇത് നിങ്ങളെ മനസ്സിലാക്കി തരുക. അപ്പോൾ തന്നെ തല ചായ്പാൻ ഒരിടമില്ല. 33.5 കൊല്ലം എന്താണ് ഈ പാർത്തലത്തിൽ ഈ ഭൂമിയിൽ കർത്താവ് പാർത്തു. ആമേൻ സ്തോത്രം. കർത്താവിന് തലചായ്ക്കാൻ ഒരിടമില്ല. ₹1 കയ്യിൽ കർത്താവിൻ്റെ കയ്യിൽ എടുക്കാനില്ല. ഇനിയും ജന്മസ്ഥലമോ ഹല്ലേലൂയ സ്തോത്രം വഴിയമ്പലമാണ്. അവിടെ ഒരു ശയ്യാഗ്രഹം പുൽക്കൂട. ഹല്ലേലൂയ. വഴിയാധാരമാണ് തൻ്റെ ജീവിതം. അതെ, വഴിയാണ് ആധാരം. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ലേ വഴിയാധാരമായിന്ന്. കർത്താവ് വഴിയാധാര ജീവിതമായിരുന്നു കർത്താവിൻ്റേത്. അതെ, എന്നിട്ട് കർത്താവ് ഭൂതലത്തിലെല്ലാം സഞ്ചരിച്ച് അല്ലേ, അവിടെ എല്ലാം കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്തു. അപ്പം എല്ലാവർക്കും നന്മ ചെയ്യുവാനും എല്ലാവരെയും അതെ ദൈവസ്നേഹം കർത്താവ് മരണത്തോളം അതെ കാണിച്ചു കൊടുത്ത് മാതൃക തന്ന ഒരു നല്ല ദൈവം. അതെ, സാത്താനെ തോൽപ്പിച്ചിട്ട് സർവായുധം അതെ കവർന്നു. ഹല്ലേലൂയ സ്തോത്രം. സാധുക്കൾക്ക് സങ്കേതമായി ഭൂലോകത്തിൽ കർത്താവ് മാത്രമേ ഉള്ളൂ സാധുക്കൾക്ക് സങ്കേതമായിട്ട്. ഹല്ലേലൂയ. അതെ, കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടപ്പം തന്നെ സാത്താൻ്റെ പിശാചിനെ തകർത്തു, അവൻ്റെ തല തകർത്തു. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുഷ്ടന്മാരെ രക്ഷിക്കുകയും ഹല്ലേലൂയ അതെ പാപത്തിൽ കിടക്കുന്നവരെ അല്ലെങ്കിൽ പാപിയെ കർത്താവ് സ്നേഹിച്ച് പാപത്തെ കർത്താവ് വെറുത്തു. എന്നിട്ട് ദുഷ്ടന്മാരെ രക്ഷിപ്പാനും ദോഷം കൂടാതാക്കാനും അതെ ഹല്ലേലൂയ സ്തോത്രം അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് അവരെ രക്ഷിക്കുവാനും ഇടയായി. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ക്രൂശിന്മേൽ ആയിരുന്നപ്പോൾ നമുക്കറിയാം ആ കാൽവറി ക്രൂശിൽ കർത്താവ് പോയ അനുഭവങ്ങളൊക്കെ നമുക്ക് ആ സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാം. അതെ, ഒരു കുറ്റവുമില്ലാതെ കർത്താവിനെ അവർ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഹല്ലേലൂയ പച്ചമരം എടുത്ത് കാൽവറിയിലേക്ക് പോകുമ്പോൾ വീണു എഴുന്നേറ്റും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ ചാട്ടാവാറും കൊണ്ട് അടിക്കുമ്പോൾ നമുക്കറിയാം അതിന് കുന്തവും അതായത് കൊച്ചു കൊച്ചു കൊളുത്തുകളും എല്ലും കഷ്ണങ്ങളും അങ്ങനെ ഒരുപാട് ആ ചാട്ടാവാർ തന്നെ ഉണ്ടായിരുന്നു. അതെടുത്ത് ഒരടി അടിക്കുമ്പോൾ തന്നെ ആ പുറത്തുനിന്ന് മാംസ കഷ്ണങ്ങൾ അതെ പറഞ്ഞു വരികയും ഉഴവുചാലുകൾ പോലെ കർത്താവിനെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്ത് നമുക്കറിയാം. എന്തോരം പങ്കപ്പാട് കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചു. അതൊന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സിലാക്കണമേ. സ്തോത്രം. കർത്താവിൻ്റെ തലയ്ക്കകത്തൂടെ അവർ മുൾക്കിരീടം അതെ മെനഞ്ഞ് അതെ ഇറക്കിയപ്പോൾ നമ്മുടെ ഇവിടെയുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു കട്ടകാരമുള്ളല്ല ഇസ്രായേലിലുള്ള മുള്ള്, ഭയങ്കര നീളമുള്ള മുള്ളാണ്. ആ മുള്ളുകൊണ്ട് മുൾക്കിരീടം മെനഞ്ഞിട്ട് തലയ്ക്കകത്തോട്ട് തറച്ചപ്പോൾ കൃഷ്ണമണിക്കകത്തൂടെ ആ മുള്ള് ഇറങ്ങി വന്നെന്നാണ് ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ആമേൻ. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നും വിശദമായിട്ട് പറഞ്ഞില്ല. അത്രയും കാര്യം കേൾക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമുക്ക് വളരെ വേദനാജനകമാണ്. നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചതും അല്ലെ കർത്താവിനെ കഷ്ടപ്പെടുത്തിയതും ശരിക്കും എൻ്റെ ദൈവത്തെ നന്നായിട്ട് ഉപദ്രവിച്ചു. 1 അടിയാ കർത്താവിനെ അടിച്ചത്. ഹല്ലേലൂയ. അത് തന്നെയാണോ ശരീരം മൊത്തം അമേൻ സ്തോത്രം. ദേഹമാസകലം വേദനയേൽപ്പിച്ച് മുറിവേൽപ്പിച്ച് കയ്പുവെള്ളം ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പം കയ്പുവെള്ളം കൊടുത്തു. അങ്ങനെ ഒരുപാട് കഷ്ടത്തിനകത്തൂടെ നമ്മുടെ കർത്താവ് പോയെങ്കിൽ
ഇന്ന് ഞാൻ ഇത്രയും നിങ്ങളോട് പറയുവാൻ ഇടയായത്, ഇന്നും പലരും എന്നെ വിളിച്ചപ്പം പറഞ്ഞു, ആൻറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഈ നിന്നയും പരിഹാസവും. ഞാൻ ഒരാൾക്ക് കുറച്ച് സമ്പത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അവർ എന്നെ ഒരുപാട് നിന്ദിക്കുന്നു, അവരെന്നെ പരിഹസിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് മരിക്കാൻ വയ്യ, അല്ലെങ്കിൽ എനിക്ക് സൂയിസൈഡ് ചെയ്താൽ മതി എന്നൊരു ദൈവ പൈതൽ പറയണമെങ്കിൽ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഞാൻ ഒന്നും പറഞ്ഞില്ല, കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ആമേൻ, സ്തോത്രം. എൻ്റെ അപ്പ, നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, എന്തോരം കഷ്ടത പങ്കപ്പാട് അനുഭവിച്ചു ദൈവത്തിൻ്റെ മക്കളെ. ആമേൻ. നമ്മളെ ആര് നിന്ദിച്ചാലും, ഒരു വ്യക്തിയോട് കുറച്ച് സമ്പത്ത് അല്ലെ പൈസ വാങ്ങിച്ചത് കൊണ്ടല്ലേ അവർ നമ്മളെ പറയുന്നത്. അവർ വാങ്ങിക്കാതിരുന്നെങ്കിൽ നമ്മളെ അവർ വല്ലതും പറയുമോ? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ വാങ്ങിച്ചാൽ അത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് കേൾക്കണം അല്ലെങ്കിൽ കേൾക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരാൾക്ക് ഒരു ഇച്ചിരി അവരിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പൈസയോ വല്ലതും വാങ്ങിയാൽ പിന്നെ അവർക്ക് അടിമയാണ് നമ്മൾ. നമ്മുടെ കർത്താവ് തരുന്നത് പോലെ ആർക്കും നമ്മളെ തരാനോ അല്ലെ സ്നേഹമോ ഒന്നുമില്ല ദൈവത്തിൻ്റെ പൈതലെ. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു പോയി കഴിവതും കടം വാങ്ങിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. കടം വാങ്ങിക്കുന്നവരല്ല, കൊടുക്കുന്നവരായി തീരണം. ദൈവത്തിന് അത് നമുക്ക് തരുവാൻ കഴിയും. നമ്മുടെ മനസ്സുണ്ടെങ്കിൽ ദൈവം നമുക്ക് വാതിൽ തുറക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പല മേഖലകളിലും ഒരു വ്യക്തിക്ക് ഒരു 10 രൂപ കൊടുക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ശൂന്യതയിൽ നിന്നപ്പോഴും, കർത്താവെ, ഇന്ന വ്യക്തി വേദനിക്കുന്നല്ലോ, അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ എൻ്റെ കൈ നിറച്ച് കർത്താവ് പൈസ തന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ കടം വാങ്ങിക്കത്തില്ല. എന്ത് പ്രശ്നം വന്നാലും കടം വാങ്ങിക്കത്തില്ലെന്നൊരു തീരുമാനമെടുക്കണം. ഇവിടെ 6 കോടി രൂപയും 5 കോടിയും 75 ലക്ഷം രൂപ 25 ലക്ഷം രൂപ ഓരോ കടക്കാരെ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ ചിന്തിക്കുമായിരുന്നു, അന്ന് അവർ റിയൽ എസ്റ്റേറ്റ് നടത്തുകയും അല്ലെങ്കിൽ ഓരോ പ്രശ്നത്തിനകത്ത് ആയിരുന്നപ്പോഴും, അല്ലെങ്കിൽ വസ്തുവോ വീടോ കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്താനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോ ഒക്കെ ലോൺ എടുത്തതും ഒക്കെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ആയിട്ട് അതേ കഷ്ടം അനുഭവിച്ച് ആ സമയത്ത് ഒന്നും നോക്കാതെ അവരെ പിന്നെ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടായിരിക്കാം, അവർക്കത് പിന്നെ എങ്ങനെയെങ്കിലും വീട്ടാമത്. പക്ഷേ ചിന്തിച്ചിടത്തെങ്ങും നിന്നില്ല. അങ്ങനെ നിന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോഴല്ലേ സാമ്പത്തിക ബാധ്യത വന്നത്. ആ ബാധ്യത, ഒരു കാര്യം ഓർക്കണമേ, നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇപ്പോഴും ആ സന്ദർഭം ഞാൻ ഓർക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് സ്കൂളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സാക്ഷ്യം നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറയുവാണ്. ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു സ്കൂളൊക്കെ സ്വന്തമായൊരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ കുറേ കുട്ടികളും എല്ലാം നന്നായിട്ട് പോകുമ്പോഴാണ് കർത്താവ് ആ സ്കൂൾ കളയാൻ പറഞ്ഞു. ഞങ്ങൾ പഠിപ്പിക്കാൻ പോയ സ്കൂളിലെ ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു. ആ സമയത്തൊക്കെ ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞു, എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങളിതെല്ലാം കളയുമ്പം നീ ഇറങ്ങാനല്ലേ പറഞ്ഞ്. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നിശ്ചയമായി ഞങ്ങളുടെ തലമുറകളെ സ്കൂളിൽ വിടാൻ നേരത്ത് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, ഞാൻ ആ ഒരു കൊച്ചു കാര്യം തന്നെ പറയട്ടെ. എന്നിട്ട് കുഞ്ഞുങ്ങളെ LKG പഠിക്കുന്നു. ഇന്ന് അവർക്ക് 24 വയസ്സുണ്ട്, ചെറിയ മോന് 19 വയസ്സുണ്ട്. 24 വയസ്സും 19 വയസ്സുള്ള മോൻ്റെ കുഞ്ഞിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുഞ്ഞിലെയുള്ള കാര്യമാണ് പറയുന്നത്. കടം വാങ്ങിച്ചവരോടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ സാമ്പത്തിക ബാധ്യതയുള്ളവരോട് ഞാൻ പറയുകയാണ്, ദയവായി നിങ്ങൾ കടം വാങ്ങിക്കരുത്. ആമേൻ, സ്തോത്രം. ഞങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്ന് ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കാൻ നേരത്ത്, ഞങ്ങൾ പോകാൻ നേരത്ത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളിത് പല പ്രാവശ്യം കേട്ടതാ, എങ്കിലും കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കേൾക്കട്ടെ എന്ന് ഓർത്താണ്. ഇവിടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളിരുന്ന് കൈകോർത്ത് പ്രാർത്ഥിക്കുക, അമ്മയും പപ്പയും ബൈബിൾ കോളേജിൽ പോകുക, നാളെ നിങ്ങളെ സ്കൂളിൽ വിടണം, ജൂണായി, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുക. LKG പഠിക്കുന്ന കുഞ്ഞും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞും വീട്ടിലിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ കഥ കടച്ച് യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ ബൈബിൾ കോളേജിൽ പോയിട്ട് വരട്ടെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. എന്നാൽ കുഞ്ഞുങ്ങൾ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവർക്ക് സ്കൂളിൽ പോകാൻ നേരത്തെ ദൈവത്താൽ തുറക്കപ്പെട്ട വാതിൽ, ഞങ്ങൾ ആരോടും ചോദിച്ചില്ല, ഒരു രാത്രിയിൽ ഒരു വ്യക്തിയെ ദൈവം ഉറക്കിയില്ല, നിങ്ങൾ ഇത്ര രൂപ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ ഇന്നലെ ഞങ്ങളെ ഉറക്കിയില്ല, ദൈവത്തിൻ്റെ ദാസി, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തരാൻ കർത്താവ് പറഞ്ഞു. ആ എമൗണ്ട് വരെ അവരോട് പറഞ്ഞു. അത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അത് ഇന്നേക്കൊരു 10-20 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നതെങ്കിലും
ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വിശ്വാസത്തോടെ കടം വാങ്ങിക്കത്തില്ലെന്നൊരു തീരുമാനമെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മുടെ കെ ഇ എബ്രഹാം അപ്പച്ചൻ്റെ കാലത്ത്, അതെ, അപ്പച്ചൻ്റെ TS എബ്രഹാം അപ്പച്ചൻ സ്കൂളിൽ പോകുമ്പോൾ വളരെ വിശന്ന്, അതെ, ഭക്ഷണമില്ലാതെ പോയ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പച്ചൻ്റെ ജീവിതത്തിൽ സുവിശേഷ വേലയ്ക്ക് കെ ഇ എബ്രഹാം അപ്പച്ചന് പൈസ തിരുവനന്തപുരത്തു നിന്ന് എങ്ങാണ്ട് കൊടുത്തതാണ്. പക്ഷേ അതിൽ 1 രൂപ പോലും അപ്പച്ചൻ എടുക്കാതെ കുഞ്ഞ് സ്കൂളിൽ പോയി തലകറങ്ങി വീണെന്ന് പറഞ്ഞപ്പോൾ പോലും, ഞാനത് കേട്ടിട്ടുള്ള ചരിത്രമാണ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ അപ്പച്ചന് ഭക്ഷണം ഒന്നും കൊടുത്തില്ല, സുവിശേഷ വേലയുടെ പൈസ ആ വല്യപ്പച്ചൻ എടുത്തില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പച്ചൻ അവിടെ ചെന്ന് തലകറങ്ങി വീണു. എങ്കിൽ പോലും അത് വിശ്വസ്തനായി അവിടെ നിന്ന ആ രംഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇന്ന് എത്രത്തോളം ആ കാര്യത്തിലൊക്കെ സുവിശേഷ വേലയുടെ പൈസയും അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് നമുക്ക് തരുന്ന പൈസയും എവിടെയൊക്കെ വിശ്വസ്തരായി നമ്മൾ ഇരിക്കുന്നു, നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കണമേ. എല്ലാ തരത്തിലും നമ്മൾ വിശ്വസ്തരായിരിക്കുകയും അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന സാമ്പത്തികം, അതെ, അത് നമുക്കിപ്പോൾ നമുക്ക് 10,000 രൂപ നമുക്ക് വരുമാനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ, 100-100 10-15 രൂപ എടുത്ത് കർത്താവിന് ആദ്യം മാറ്റി വെക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് ദശാംശമോ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ഓഹരി, പഴയ നിയമത്തിൽ ദശാംശം, നമ്മൾ ആ ഓഹരിയൊക്കെ എടുത്ത് മാറ്റി അത് ഏതൊക്കെ മേഖലകളിൽ കൊടുക്കണമെന്ന് ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആ മേഖലകളിലൊക്കെ ഒരു എളിയവനെ ആദരിക്കണം. ഒരു കഷ്ടം അനുഭവിക്കുന്നതിനെ കണ്ടാൽ അവൻ്റെ പ്രയാസത്തിൽ അവനെ, അതെ, നമ്മൾ മാനിക്കണം. അവൻ എളിയവനായിപ്പോയത് അവൻ്റെ കുറ്റം കൊണ്ടല്ല. ഇന്നലെ നമ്മൾ എളിയവരായിരുന്നു എന്ന് ചിന്തിക്കണം. ഇന്ന് ഒരു സമയത്ത് നമ്മൾ നന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കും പുറകിലൊരു ചരിത്രമുണ്ട്, കഷ്ടതയുടെ ഒരു ചരിത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാലത്ത് കപ്പഞ്ഞുറുക്കും കടുങ്കാപ്പിയും കുടിച്ച ഒരു അപ്പൂപ്പന്മാർ, ഹല്ലേലൂയ, അപ്പച്ചന്മാർ, അതെ, ഇന്ന് അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കോടീശ്വരന്മാരായി ജീവിക്കുമ്പോൾ ഒരു കാലത്ത് അവർക്കും ഉണ്ട് ആ ഹിസ്റ്ററി. അതുകൊണ്ട് ആരും എല്ലാം തികഞ്ഞവരല്ല, ദൈവം കൊടുത്തതല്ലാതെ ആർക്കും ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, സാമ്പത്തികമുള്ളവർ കഷ്ടം അനുഭവിച്ച ആ സമയം ഒന്ന് ഓർത്ത്, കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണം, നിശ്ചയമായിട്ടും. അത് നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, അതെനിക്ക് പറയേണ്ട ദൈവത്തിൻ്റെ ആ നിയമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടല്ല ചെയ്യേണ്ടത്. അതെ, കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കടം നമ്മൾ വാങ്ങിക്കരുത്. കടം വാങ്ങിക്കുന്നവരല്ല, നമ്മൾ കൊടുക്കുന്നവരായി നമ്മൾ തീരണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമുക്ക് സമ്പത്ത് ആവശ്യമുണ്ട്. എങ്കിലും കർത്താവ് നമ്മളെ വഴി നടത്തും. കർത്താവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. അതെ, കാക്കകളെ നോക്ക്, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ ശേഖരിക്കുന്നില്ല, സസ്യങ്ങളെ നോക്ക്, വയലിലെ റോസയെ നോക്ക് എന്നൊക്കെ നമുക്ക് കർത്താവ് തന്നെ നമ്മളോട് വ്യക്തമായ ഉപമകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കഷ്ടം അനുഭവിച്ചാലും കഴിവതും കടം വാങ്ങിക്കാതിരിക്കണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നുപോയി, ശരി, നിങ്ങൾക്ക് ആ സാമ്പത്തിക ബാധ്യത, നിങ്ങൾക്കിപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ കൈയും കാലും അടിക്കുക, ശരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയും നിങ്ങൾ കടം വരാതിരിക്കാൻ വേണ്ടി ഇനിയും വാങ്ങിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഒരു കൂട്ടർ കിടന്ന് കഷ്ടം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ ഇന്ന കഷ്ടതയിൽ കൂടെ പോകുന്നു, എനിക്ക് ആവശ്യമുള്ളത് സ്വർഗീയ ഭണ്ഡാരത്തിൽ ഒന്നിനും ഒരു കുറവില്ല. വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താണ്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അമ്മയും അപ്പനും അറിയുന്നതിനെക്കാട്ടിലും നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ അറിയുന്നുണ്ട്. ആ അപ്പനോട് ചോദിക്കാൻ എന്തിനാ മടി കാണിക്കുന്നത്? സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നമുക്ക് തരും. അതിനെന്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സ്വർഗത്തെ ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ഉയരത്തിലുള്ളത് പ്രാർത്ഥിക്കുകയും ദൈവത്തോടു കൂടെ നടക്കുകയും ദൈവത്തോടു കൂടെ വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിനറിയാം എന്ത് നമുക്ക് വേണമെന്ന്. ഹല്ലേലൂയ. എന്നാലും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട. ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീന്ന് കർത്താവ് വചനത്തിൽ അത് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇതൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ സാമ്പത്തികമായി വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇന്നലെയൊക്കെ ആയിട്ട് ഓരോരുത്തർ വിളിക്കുന്നു, ഇനി എങ്ങനെയാ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ വയ്യ ആൻറ്റി, എന്നെ അങ്ങ് നിന്ദിക്കുക, കൊടുക്കാനുള്ളവർ വന്ന് എന്നെ കുറ്റം പറയുക, നിന്ദിക്കുക, പരിഹസിക്കുക.
ദൈവത്തിൻ്റെ പൈതലെ നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലും കർത്താവ് അനുഭവിച്ചില്ലേ? കർത്താവ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാ, ഭൂമിയിലുള്ള സകല മാനവരാശിയും രക്ഷിക്കാൻ വേണ്ടി ദൈവമായിരുന്നവൻ ദൈവം എന്ന സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ദൈവമായിരുന്ന കർത്താവ് മനുഷ്യനായി വന്നത് മനുഷ്യരായി നമ്മളെ ദൈവപുത്രരാക്കാനാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ദൈവത്തിന് വേണ്ടിയാണോ? നമ്മുടെ സുഖസൗകര്യാദികൾക്ക് വേണ്ടിയല്ലേ നമ്മൾ കുറച്ച് സമ്പത്തോ അല്ലേ നമ്മൾ കുറേ കഷ്ടത്തിലോ ആയ ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുകയാണോ? അല്ല. എങ്കിലും ദൈവം നമ്മളെ സൂക്ഷിക്കും. ദൈവം നമ്മുടെ അവസ്ഥകളെ ആവശ്യങ്ങളെ അറിഞ്ഞ്, ഭൂമിയിൽ നമ്മൾക്ക് ആവശ്യങ്ങളുണ്ട്, അത് നിങ്ങളുടെ അറിവില്ലായ്മയിൽ നിങ്ങൾ ചെയ്തു, കുറേ കടബാധ്യത വാങ്ങിച്ചു, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചതാ, ഞങ്ങളുടെ കടക്കാർ ഞങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നു, ദൈവത്താൽ ഒരു വാതിൽ തുറക്കണേ, നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കാനുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞ വരും വരായികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ദയവായിട്ട് ഇനി കടം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ മെസ്സേജ് കേൾക്കും. ദയവായി കടം വാങ്ങിക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. എന്നാലാവത് ഹല്ലേലൂയ എൻ്റെ കൈകൊണ്ട് ചെയ്യുവാൻ ദൈവം എനിക്ക് സഹായിക്കുന്നിടത്തോളം, ദൈവം എനിക്ക് തരുന്നിടത്തോളം ഞാൻ ചെയ്യുവാൻ ഞാൻ മനസ്സുള്ളവളാണ്. പക്ഷേ ഞാൻ പറയട്ടെ, പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ വാതിലുകളെല്ലാം തുറക്കാൻ കാരണമാകും. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, കർത്താവ് അനുഭവിച്ചത് നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലും കാർക്കിച്ച് മുഖത്തുള്ള തുപ്പലും കർത്താവിനെ ഇട്ട് പീഡിപ്പിച്ചതും നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണേ. അപ്പം നിങ്ങൾ പെട്ടെന്ന് പോയി സൂയിസൈഡ് ചെയ്താൽ ശരിയാകുമോ? ചിന്തിച്ച് നോക്കിക്കേ. ഇന്ന് കുറച്ച് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് സൂയിസൈഡാണ് ഇനി ഞങ്ങളുടെ മുന്നിലെന്ന് പറഞ്ഞതുകൊണ്ട് അതിനുള്ള ഒരു കാര്യമാണ്. എൻ്റെ കർത്താവ് ഒന്നും കർത്താവിന് വേണ്ടി ഒരു സുഖസൗകര്യാദികളും കർത്താവ് ആയില്ല. കർത്താവിന് ഇവിടെ ജീവിക്കാൻ ഒരു ഭവനം പോലും ഇല്ലായിരുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. തല ചായ്ക്കാൻ ഒരു ഇടമില്ലായിരുന്നു നമ്മുടെ കർത്താവ്. യഥാർത്ഥ ഭക്തൻ്റെ ജീവിതത്തിൽ അവന് വളരെ സാമ്പത്തിക കഷ്ടമുണ്ട് ദൈവത്തിൻ്റെ മക്കളെ. എന്നാൽ ഒരു കാലത്ത് കഷ്ടം അനുഭവിച്ചവരെ ദൈവം ഒരു സന്തോഷത്തിൽ അവരെ ഒരു ഇച്ചിരി സമാധാനവും സന്തോഷവും ഇച്ചിരി സുഖവും ഇച്ചിരി ഭൗതിക നന്മയൊക്കെ കൊടുക്കുന്നത് ഒരിക്കലും തെറ്റല്ല. അത് ദൈവത്തിൻ്റെ ദൈവം കർത്താവിന് വേണ്ടി നിന്നവരെ കർത്താവിന് ഒരു മാനിക്കണ്ടേ? അതുകൊണ്ട് അവർ ഒരു കാലത്ത് ഒന്നുമില്ലാത്തവരായിരുന്നു. ഇപ്പം എന്താണ്ട് അവർ ഈ ഒരു പാസ്റ്റർ ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടതെന്ന് നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. കർത്താവ് അവരെ അനുഗ്രഹിച്ചതാ. പക്ഷേ അനുഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ ആ കഷ്ടത അനുഭവിച്ച രംഗം കൂടെ ഒന്ന് ഓർക്കണം. അപ്പം അങ്ങനെ ഓർക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്കൊരു മനസ്സും വരും. ഞാൻ എല്ലാ വശങ്ങളും നിങ്ങളോട് ഇന്ന് സംസാരിക്കുവാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എല്ലാ വിഷയങ്ങൾക്കകത്തും ദൈവത്തിൽ ആശ്രയിച്ച് മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുവാനും നമ്മൾ ഇന്ന് പകൽക്കാലം ഇടയാകട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് കഷ്ടത അനുഭവിച്ചില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടത അനുഭവിച്ചെങ്കിൽ അത് വലിയ സന്തോഷിക്കാൻ അല്ലേ, അത് വലിയ ദൈവത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയാനില്ല. അല്ലേ, ഞാൻ ദൈവത്തെ വിളിച്ചിട്ടും കഷ്ടത അനുഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ കഷ്ടകാലത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. നീ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവമാണ് എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമല്ലാമെന്ന് കർത്താവ് പറഞ്ഞു. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമല്ലാമെന്ന് പറഞ്ഞ കർത്താവ്. ആ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സകല വഴികളും ദൈവത്താൽ തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കാം. ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. നമ്മുടെ നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലൊക്കെ മാറും ദൈവത്തിൻ്റെ മക്കളെ. അതിനൊക്കെ ഒരു സമയം ദൈവം കണ്ടിട്ടുണ്ട്. ആ സമയം വരെ നമ്മളെ ആ കഷ്ടത്തിനകത്തൂടെ കടത്തി വിടുന്നത് നമ്മൾ പൊന്നുപോലെ പുറത്തു വരാനാണ്. നമുക്ക് ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് വേണ്ടി സമ്പത്ത് തരാം, അല്ലെങ്കിൽ നമ്മുടെ രോഗം മാറാം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ നടക്കാം. പക്ഷേ കർത്താവ് ഒരു സമയം വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ സ്വർഗത്തിൽ ആ നിത്യതയിൽ എത്തപ്പെടാൻ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ചില പീരീഡ്, ചില ടൈമാണ്. ആ ടൈമിനകത്ത് നമ്മൾ കഷ്ടതയ്ക്കകത്ത് നിൽക്കാനുള്ളൊരു ദൈവകൃപയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതായത് കഷ്ടത എടുത്തു മാറ്റാനല്ല, സാമ്പത്തിക ബാധ്യത അല്ലെ സാമ്പത്തിക ഇപ്പം 10 കോടി കടമുണ്ടെ അത് മാറ്റാനല്ല പറയേണ്ടത്, അതിനകത്ത് നിൽക്കാനുള്ളൊരു ദൈവകൃപയാണ്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ കടക്കാർ വന്ന് നിന്നാൽ എന്ത് ചെയ്യും? അതിനും ദൈവം ആ കടക്കാരെ നിർത്താനും ഒരു മാർഗമുണ്ട്. ഞാൻ അപ്പോൾ തന്നെ ഒരു സന്ദർഭം ഓർക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 2.5 കോടി കടമായിട്ട് ഒരു സ്ലീപ്പിംഗ് വിൽസ് കഴിച്ച് കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ഒരു കുടുംബം.
അതുവരെ നല്ലൊരു ശരിക്കും ഒരു BJP ഫാമിലി ആയിരുന്നു, നായർ ഫാമിലി ആയിരുന്നു. ഞാൻ അങ്ങനൊന്നും ജാതിയോ മതമോ പറവല്ല, അവർക്ക് യേശുവിനെ അറിയത്തില്ല, അതുകൊണ്ട് ആ പശ്ചാത്തലം പറഞ്ഞതേ ഉള്ളൂ. അവരവിടെ പോയി കിടന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കടത്തിൽ അവർ സൂയിസൈഡ് ചെയ്താൽ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, ഗുണ്ടകളൊക്കെ വീട്ടിൽ വരും, വാങ്ങിക്കുന്നവരെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് ഏക മാർഗ്ഗം ഇനി എന്നാൽ പിന്നെ സൂയിസൈഡ് ചെയ്യുക. അവർ പോയി അവിടെ കിടന്നു. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു, ടീച്ചറെ ഇതുപോലെ ഇന്ന ഒരു വ്യക്തി അവിടെ കിടപ്പുണ്ട്, ഞങ്ങൾക്കറിയത്തില്ല അവരെ, എങ്കിലും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ ഒബ്സർവേഷൻ റൂമിൽ കിടക്കുക, എത്രയോ സ്ലീപ്പിംഗ് വിൽസ് അവർ കഴിച്ചു. പെട്ടെന്ന് ഞങ്ങൾ അവരെ വിളിച്ചപ്പം അവർ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എന്തിനാ ഞങ്ങളെ വിളിക്കുന്നത്, ഞാൻ ഇനിയും സ്ലീപ്പിംഗ് വിൽസ് കഴിക്കും, ഞാൻ മരിച്ചില്ലേൽ ഇനിയും ഞാൻ കഴിക്കും, എനിക്ക് മരിക്കണം, എനിക്കിനി എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ പോയാൽ ഇനിയും അവിടെ പിന്നെന്താ എൻ്റെ എന്നോട് പൈസ ചോദിക്കാൻ വരികയും എനിക്കത് ഫേസ് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു എനിക്ക് വീടില്ല, ഞാൻ ആ വീട്ടിലോട്ട് പോകത്തില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, നിങ്ങൾക്ക് പുല്ലാടൊരു വീടുണ്ട്. അങ്ങനെ ഞാൻ അവരെ, ആ ഫാമിലിയെ, ഹല്ലേലൂയ സ്തോത്രം, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും അവരെ ഞാൻ കുറച്ച് മാസം അവരെ അവിടെ താമസിപ്പിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ പ്രാർത്ഥിപ്പിച്ച് അവരേശുവിനെ കാണാനിടയായി. ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരിക്കലും ഇന്ന് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല അഡ്വക്കേറ്റായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ, അന്ന് അവർ സൂയിസൈഡ് ചെയ്ത് അന്ന് നിരാശയിൽ മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് അവർ അനേകർക്കൊരു പ്രയോജനമായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഒരിക്കലും സൂയിസൈഡ് ഒരു പരിഹാരമല്ല ദൈവത്തിൻ്റെ മക്കളെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഏതൊക്കെ കഷ്ടം അനുഭവിക്കുന്നെങ്കിലും നമ്മുടെ കർത്താവ് നമുക്ക് മാതൃക കാണിച്ചിട്ട് പോയെങ്കിൽ ആ കർത്താവിൻ്റെ അതേ കഷ്ടതയിൽ ഒരു ശകലമേ നമ്മൾ അനുഭവിക്കുന്നുള്ളെങ്കിൽ ആ കഷ്ടത്തിൽ നിൽക്കാനുള്ള ദൈവകൃപയാണ് ദൈവത്തോട് നമുക്ക് ചോദിക്കേണ്ടത്. ഇന്ന് നമുക്ക് ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെങ്കിലും സമയത്തെല്ലാം ദൈവം പിതാവിനോട് പ്രാർത്ഥിച്ച്, കർത്താവ് മനുഷ്യനായിരുന്നപ്പോൾ തന്നെ ദൈവത്വവും കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ദൈവത്വവും മനുഷ്യത്വവും എൻ്റെ കർത്താവിനുണ്ടായിരുന്നു. കർത്താവ് മനുഷ്യരോട്, സഹജീവികളോട് കരുണ കാണിച്ച ദൈവം, ആ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹവും മനസ്സലിയും കരുണയും അതേ സ്തോത്രം നമ്മൾ മറ്റുള്ളവരോടും കാണിക്കുവാൻ തക്കവണ്ണം ആ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ ആർക്കും വേണ്ടാത്ത ചേറിൽ കിടന്ന നമ്മളെ അതേ സ്തോത്രം ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമാക്കി തീർത്തെങ്കിൽ നമ്മൾ സുവിശേഷ നിമിത്തം കടക്കാരാണ്. ആ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇതുപോലൊരു ദൈവമില്ല. ഈ ദൈവം മാത്രമേ രക്ഷകനുള്ളൂ. ഈ കർത്താവായ യേശുക്രിസ്തു മാത്രമല്ലാതെ ഒരു ദൈവത്തിന് നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ നിത്യതയെ എത്തിക്കാൻ കഴിയത്തില്ല. ആ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് സദാ പക്ഷപാതം ചെയ്യുന്ന ആ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ കർത്താവിനോട് നമുക്ക് കരയാം. നമ്മുടെ ഏക മധ്യസ്ഥൻ ആ കർത്താവ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു മധ്യസ്ഥൻ ദൈവത്തിന് മനുഷ്യന് മധ്യ ഇല്ല. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യസ്ഥനായ യേശു കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏക മധ്യസ്ഥൻ യേശു മാത്രമേ ഉള്ളെന്ന് ബൈബിളിൽ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. തിമോത്തിക്കകത്ത് പറയുന്നുണ്ട്, അത് ഏക മധ്യസ്ഥൻ യേശു കർത്താവ് മാത്രമേ ഉള്ളെന്ന്. ഇന്ന് പകൽക്കാലം ആ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാം. ആ ദൈവം നമ്മളെ വിടുവിക്കും. ആ ദൈവം നിന്റെ സാമ്പത്തിക ബാധ്യതയുടെ മേൽ, നിന്റെ രോഗത്തിൻ്റെ മേൽ, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ കഷ്ടതയുടെ മേൽ ഏറ്റവും അടുത്ത് തുണയായിട്ടുണ്ട്. ആ തുണയായിരിക്കുന്ന ദൈവത്തോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പല കാര്യങ്ങളും സന്ദർഭങ്ങളും അതേ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളും എല്ലാം നിൻ്റെ മക്കളോട് ഷെയർ ചെയ്തു. കർത്താവെ, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, യഹോവയ്ക്ക് കഴിയാത്തതൊന്നുമില്ല. സകല സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്ന നിൻ്റെ മക്കൾ, രോഗികളായി കഷ്ടം അനുഭവിക്കുന്ന നിൻ്റെ മക്കൾ, ഹല്ലേലൂയ, ഭവനം ഇല്ലാതെ വിഷമിക്കുന്ന നിൻ്റെ മക്കൾ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, കുടുംബജീവിതം തകർന്നവർ, ഹല്ലേലൂയ സ്തോത്രം, അതേ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭാരം അനുഭവിക്കുന്ന മക്കൾ, എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, നിന്റെ കരുണയും കൃപയും നിന്റെ മനസ്സലിയും അവരോട് കൂടെ ഇരിക്കണമേ. അവരുടെ അടുത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ ഫോണിൽ കൂടി വിളിച്ച നിന്റെ മക്കൾ, വോയിസ് ഇട്ട നിന്റെ മക്കൾ, ഹല്ലേലൂയ സ്തോത്രം, എന്നെ കേൾക്കുന്ന നിന്റെ മക്കൾ എല്ലാവരെയും ഒരുപോലെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ചാട്ട്. അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കൊടുത്താട്ട് പപ്പാ. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ വേദനകളോ വന്ന് നിരാശപ്പെട്ട് കർത്താവെ മരിക്കുവാൻ അല്ല കർത്താവെ ദൈവം വിളിച്ചത്. ആമേൻ സ്തോത്രം. ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേലുള്ള അവകാശം ആമേൻ സ്തോത്രം കർത്താവിനാകയാൽ ഞങ്ങൾക്ക് കർത്താവെ ആത്മഹത്യ ചെയ്യുവാൻ അവകാശമില്ല എന്നുള്ള തിരിച്ചറിവ്, ഈ കർത്താവെ ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് എത്തത്തില്ല. കർത്താവെ, അത് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പാർക്കുന്ന ദേശം കർണാടക സംസ്ഥാനത്തുള്ള 31 ജില്ലകളിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടെവിടങ്ങളിൽ ഉൾഗ്രാമങ്ങളിൽ കർത്താവിനെ കാണാത്ത സ്ഥലങ്ങൾ കർത്താവിനെ കാണുവാൻ തക്കുള്ള സകല സാഹചര്യങ്ങളെ അങ്ങ് ഒരുക്കി കൊടുത്താട്ടെ. സകല മത
മതസ്ഥരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവമേ സ്തോത്രം. മത നേതാക്കന്മാർ, ഭരണാധികാരികളെ എല്ലാവരെയും ഏൽപ്പിക്കുക കർത്താവേ. ഡിനോമിനേഷൻ സ്പിരിറ്റിലെ സകല കർത്തൃദാസന്മാരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. 14 ജില്ലകളോട് കരുണ തോന്നണമേ. ഞങ്ങൾ കൂടി കർത്താവേ, അതേ ഞങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്ന ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബം, ഞങ്ങളുടെ സഭയാം കുടുംബങ്ങളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഒരു വല്ലാത്ത കാലത്തിൽ, ഒരു വല്ലാത്ത ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് കർത്താവ് വിശ്വാസം മാറി തണുത്തുറഞ്ഞിട്ട് ഹല്ലേലൂയ സാമ്പത്തികമില്ലേൽ സൂയിസൈഡ് ചെയ്യുവാനും ഹല്ലേലൂയ സ്തോത്രം അതേ സാമ്പത്തികത്തിനുള്ള എളുപ്പ വഴികൾ തേടി അവർ ഓടുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ച് അബ്രഹാം വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടതുപോലെ. ആമേൻ സ്തോത്രം. അബ്രഹാമിന് കർത്താവെ 90-100 വയസ്സിൽ നിർജീവിതത്തിൽ ദൈവം ആമേൻ സന്തതിയെ കൊടുത്തുവെങ്കിൽ മോറിയ മലയിൽ കർത്താവെ ആട്ടിൻകൊറ്റനെ കൊടുത്ത ദൈവം, ആ ഉറച്ച വിശ്വാസം നിന്റെ മക്കൾക്കുണ്ടാകുവാൻ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിപ്പാൻ, മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിപ്പാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവെ ചേർത്ത് പിടിച്ച് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മക്കളോടും കരുണ തോന്നണമേ, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഗൾഫ് കൺട്രികൾ, യൂറോപ്യൻ കൺട്രികളിൽ നിന്നൊക്കെ വിളിച്ച നിന്റെ മക്കളുണ്ട് കർത്താവെ. കുടുംബജീവിതത്തിൽ അസ്വാരസ്യമുള്ളവര് അമേ സ്തോത്രം അതേ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഒരു പേഷ്യന്റിനെ കല്യാണം കഴിച്ചത്, എന്നെ അവർ കളിപ്പിച്ചു, അമേ സ്തോത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അവിടങ്ങളിലെല്ലാം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലരും ഞങ്ങളെ വിളിച്ചല്ലോ, ആ വിളിച്ചവരെയെല്ലാം അതേ വോയിസ് ഇട്ടവരെയെല്ലാം ഒരിക്കൽ കൂടി ഏൽപ്പിക്കുകയാണ്. വേദനിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലുള്ള സകല മാനവരാശിയെ നിന്റെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. നാളെയും തിരുക്കരങ്ങളിൽ ആമേ ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം നാളെ ഒരുമിച്ച് ഞങ്ങൾ കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് കൃപ തരണമേ. സകലവും ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കും. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.